നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഉണ്ടാകും. അതെല്ലാം നേടിയെടുക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, ഉറപ്പുള്ളത് കൊണ്ടാണ് നാം എല്ലാവരും ഇങ്ങനെ കണ്ണു വീഴ്ചകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും ഉന്നതമായ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നോട് എൻ്റെ ലീഡർ ഇന്നിവിടെ പറയാൻ പറഞ്ഞ വിഷയം, സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത് വലിയ വലിയ ലീഡേഴ്സിന് വേണ്ടിയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. ഇന്നലകളിൽ ഈ കമ്പനിയിൽ ഐഡിയ എടുത്തുന്ന ആളുകൾ ഉണ്ടാകും. ഇന്നലകളിലോ മിഞ്ഞാന്നുകളോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന ഈ കമ്പനിയിലേക്ക് വന്ന ആളുകൾ ഉണ്ടാകും. അവർക്ക് വേണ്ടിയുള്ള ബാലപാഠങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ കമ്പനിയുടെ ബാലപാഠങ്ങൾ പറയണമെന്നാണ് ലീഡർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് വ്യക്തമായിക്കൊണ്ട് ഒരു പ്രബുദ്ധമായ ഒരു ജനതയോടല്ല, കമ്പനിയിൽ ഇന്ന് ഐഡിയ എടുക്കുന്നതും അല്ലെങ്കിൽ നാളെ ഐഡിയ എടുക്കാൻ പോകുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട, ഒരു തുടക്കക്കാരൻ അറിഞ്ഞിരിക്കേണ്ട, തുടക്കക്കാരനായ ഞാനും ആഗ്രഹിച്ചിരുന്ന ചില അറിവുകളുണ്ട്. ആ അറിവിനെയാണ് ഞാൻ പിന്തുടർന്നത്. ആ അറിവാണ് ഇവിടെയും പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഇതിന് മുന്നത്തെ അവസരങ്ങളിലും പറഞ്ഞത് ഉണ്ടാകും. അപ്പം മുൻ പരിചയമുള്ളവർ കേട്ടിട്ടുണ്ടാവും. അവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തുടക്കക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ അർത്ഥമാക്കുന്നത്. അപ്പൊ നാഥൻ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മളെല്ലാം പൊതുവെ നമ്മൾ ഈ ഡയറക്റ്റ് സെല്ലിങ്, ഈ മൾട്ടി ലെവൽ മാർക്കറ്റ് ഒക്കെ നമ്മൾ യാദൃശികമായി എത്തിപ്പെടുന്നതായിരിക്കും. പലരും റിസൾട്ടിന്റെ പേരിൽ, ഒരു സുഹൃത്തിന്റെ റെക്കമെൻഡിന്റെ പേരിലാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതോ നമ്മൾ അറിഞ്ഞതൊന്നും ഒരു പക്ഷേ ബിസിനസ് മേഖലയെ കുറിച്ചായിരിക്കില്ല. നമ്മളതിൽ ജോലി ചെയ്ത് ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ സുഹൃത്ത് ഇങ്ങനെ ഒരു അവസരത്തെ പറ്റി പറയുന്നത്. അന്ന് മുതലായിരിക്കും നാം ഒരു ബിസിനസ്സുകാരനാവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു മേഖലയാണ്. അവർക്ക് ആദ്യമായിക്കൊണ്ട് വേണ്ടത് നമ്മുടെ മനോഭാവമാണ്, നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തയാണ് മാറ്റിമറിക്കേണ്ട ഒന്നാണ് ബിസിനസ് മേഖല എന്നുള്ളതാണ്. പല മേഖല ഉണ്ടാകും. നമ്മൾ ആദ്യമായിക്കൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് ലയിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയേണ്ടത്, നമുക്ക് ഈ വിജയിക്കണമെങ്കിൽ, ഈ കമ്പനിയെ കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബിലീഫ് വേണം, വിശ്വാസം വേണം. ഞാൻ ഈ ബിസിനസ്സിലൂടെ എൻ്റെ ഒരു ചെറിയ യാത്ര, മുടങ്ങാതൊന്നും സൂം ക്ലാസ് കേൾക്കാൻ സാധിക്കുന്നില്ല. അധ്യാപന മേഖല ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സമയങ്ങളിലാണ് അധ്യാപന മേഖല ഉണ്ടാവുക. അപ്പോൾ തന്നെ സൂമിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാറില്ല. എന്നാൽ ഉസ്താദ് വിട്ടു തരുന്ന ലിങ്കും അല്ലാത്ത ലിങ്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ പഠനം നടത്തല്. അപ്പോൾ ആ പഠനത്തിന് ഞാൻ മനസ്സിലാക്കിയ തത്വങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമുക്ക് വേണ്ടത് ബിലീഫാണ്, വിശ്വാസം വേണം. നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയെയും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു വിശ്വാസം വേണം. ആ വിശ്വാസം ഉണ്ടാവാൻ ഏറ്റവും മർമ്മം എന്നുള്ളത് ഒരു അറിവാണെന്നാണ്. നമുക്കൊരു മനുഷ്യനോട് അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, ഉറ്റ സുഹൃത്താണെന്ന് പറയണമെങ്കിൽ നമ്മൾ വെറുതെ പറയില്ല. നമുക്ക് അദ്ദേഹത്തെ കുറിച്ചൊരു ധാരണ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അദ്ദേഹത്തെ വിശ്വസിക്കാമെന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തുമായി നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തെ നമ്പാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റും എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ കമ്പനിയെ കുറിച്ചുള്ള അറിവ് നമുക്ക് വേണമെന്നുള്ളതാണ്. ഒന്നാമതായി പറയുന്നത് ബിലീഫ്, വിശ്വാസം. അതിനുള്ള ഏറ്റവും മാർഗം എന്നുള്ളത് അറിവുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായിക്കൊണ്ട് നമുക്കുള്ളിൽ എന്ത് വേണം? ഇതിന് കത്താൻ പറ്റിയൊരു ചാർജ് വേണം, ഒരു ട്രാൻസ്ഫോമർ നമ്മളാവണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കമ്പനിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ കമ്പനിയുടെ ബാലപാഠങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കമ്പനിക്കൊരു ഉദ്ദേശം ഉണ്ടാകും. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ, ഇവിടുന്ന് കോഴിക്കോടിലേക്കോ അല്ലെങ്കിൽ വേറെ രാജ്യത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള അതിന്റെ വിഷന്, അതിന്റെ മിഷനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എം ഡിക്ക് ഈ കമ്പനി എന്തുകൊണ്ട് കമ്പനി ഉണ്ടാക്കി എന്നുള്ളതിനൊക്കെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. അതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ വെബ്സൈറ്റിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ രാജ്യത്ത് പാവങ്ങളായ ഒരുപാട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്നാണ് നമ്മുടെ എം ഡി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി, അതിന് എന്ത് വേണം? ബിസിനസിന്റെ പാരമ്പര്യമാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയും MI ലൈഫ്. MI എന്ന് പറഞ്ഞാൽ എന്താണ്?
പലപ്പോഴും എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് നിങ്ങളെ കമ്പനി ഉള്ളത്, ആരാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതിന്റെ മുതലാളി ആരാണ്, ഇതിന് അഡ്രസ്സ് ഇല്ലേ, അങ്ങനെയൊക്കെ നേരിട്ട് അനുഭവം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ ഒരുങ്ങി എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ MI എന്ന് പറഞ്ഞാൽ മഹാവീർ ഇന്ത്യ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം ആയി. മഹാവീർ ഇന്ത്യ ഇവർ പറയുന്നത് മാർവാഡീസ് ഗ്രൂപ്പാണ്. ഈ മാർവാഡീസ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത്, ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ ഇന്നും അതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളായി ബിസിനസിന്റെ പാരമ്പര്യമുള്ള ഒരു വിഭാഗമാണ് മാർവാഡീസ് ഗ്രൂപ്പ്. ഇവർ ശരിക്ക് ഇരുമ്പുൽപാദന കമ്പനി ഉണ്ട്. നമ്മുടെ MI ലൈഫ് എന്ന് പറയുന്ന ഈ കമ്പനി കൂടാതെ തന്നെ 21ഓളം കമ്പനികൾ, ഇതടക്കം 21ഓളം കമ്പനികൾ, അതായത് വ്യത്യസ്തമായ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, വ്യത്യസ്തമായ മേഖലയുള്ള 21ഓളം കമ്പനികളാണ് നമ്മുടെ ഈ ടീമിന്റെ, മാർവാഡീസ് ഗ്രൂപ്പിന്റെ, നമ്മളെ മുതലാളിമാരുടെ, നമ്മളെ MDന്റെ ടീമിൽ വിഭാഗത്തിലുണ്ടെന്നാണ് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇരുമ്പുൽപാദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് വീഞ്ഞം, നമ്മുടെ തിരുവനന്തപുരം വീഞ്ഞം പോർട്ട്, അതിലേക്ക് ഇരുമ്പ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സതയൻ റെയിൽവേ, അതുപോലെ തന്നെ നമ്മൾ ഹുണ്ടായി കാർ, അങ്ങനെ പല കാർ കമ്പനികൾക്കും ഇരുമ്പ് കൊടുക്കുന്നതാരാ? നമ്മുടെ കമ്പനിയാണ്. അതായത് നമ്മൾ ടാറ്റ എന്ന് പറയും. ടാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈക്കോട്ട് മുതൽ വലിയ ലോറിയും ബസ് അടക്കമുള്ള എല്ലാത്തിനും എന്താണ്? ഇരുമ്പ് ഉൽപാദനമാണ്. ആ ഇരുമ്പ് അങ്ങനെ പറയപ്പെടുന്ന, അത്രയും അറിയപ്പെട്ട ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി എന്നാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഇനി ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2013 2013. ഇതിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ചെന്നൈയാണ്. നമുക്കൊക്കെ നമ്മുടെ കമ്പനിയിലേക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ ടൂറൊക്കെ പോകാവുന്നതാണ്. നമ്മുടെ ആളുകളെ കുറിച്ച് ജനങ്ങൾ ചോദിക്കും, നിങ്ങൾ ഈ കമ്പനി കണ്ടിട്ടുണ്ടോ, ഇത് എവിടെയാണ് സ്ഥിതി, ഇതിനൊക്കെ ഇന്നത്തെ പ്രബുദ്ധരായ ആളുകൾ ചോദിക്കും. കാരണം ഒരു കാര്യത്തിലും ആരും എടുത്തു ചാടുകയില്ല. അപ്പോൾ മനസ്സിലാക്കണം, 2013 ഈ കമ്പനി സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ്. ഇവിടെ ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിലകൊള്ളുന്നത് MI ലൈഫ് സ്റ്റൈൽ കമ്പനി എന്ന് പറഞ്ഞത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അതുപോലെ തന്നെ കൊമേഴ്സ് എന്ന് പറയുന്നു, ഡയറക്ട് സെല്ലിംഗ് എന്നൊക്കെ പല പേരുകൾ അറിയപ്പെടുന്ന ഈ കമ്പനി, എന്തുകൊണ്ട് നമ്മുടെ കമ്പനി ഈ മേഖല തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. വർഷങ്ങളായി ബിസിനസ് പാരമ്പര്യമുള്ള ഒരു ടീം ഒരിക്കലും ഇങ്ങനൊരു മേഖലയിലേക്ക് എടുത്തു ചാടില്ല എന്നുള്ളതാണ്. അവർ ചാടണമെങ്കിൽ ഇതിന്റെ സാധ്യതയെ കുറിച്ച് മനസ്സിലാക്കും. നമ്മുടെ പല ഉന്നതമായ ലീഡേഴ്സ് ഒക്കെ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ഡിസ്ട്രിബ്യൂട്ട് മീറ്റിംഗിൽ അന്ന് അനീഷ് ബാബു സാറ് നമ്മോട് പറഞ്ഞു, അദ്ദേഹം തുടങ്ങിയ കാലഘട്ടം, അദ്ദേഹം 26ാമത്തെ ആളോ അങ്ങനെ എന്തോ അദ്ദേഹം അന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ തുടക്ക കാലത്ത് തന്നെ അദ്ദേഹം ബിസിനസ് ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഒരാളെയും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത, വിജയിച്ച ഒരാളെയും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സാറ് പറയുന്നുണ്ട്, ഇവർക്കുള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞത് അന്നത്തെ ഒരു പത്ര കട്ടിങ്ങില് ഡയറക്ട് സെല്ലിങ്, വരും കാലഘട്ടങ്ങളിൽ രാജ്യത്തെ ഏറ്റവും സ്കോപ്പുള്ള ഒരു ബിസിനസ് എന്ന് പറഞ്ഞത് ഡയറക്ട് സെല്ലിംഗ് ആണെന്നുള്ളൊരു ഒരു പത്ര കട്ടിങ് കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലേക്ക് അവർ വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നത്. ഇന്ന് സാറ് ഡയമണ്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസമാണ്. അപ്പൊ നമ്മുടെ കമ്പനിയും ഇതേപോലെ തന്നെയുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് എന്തിട്ടിട്ടുള്ളത്, പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, കുറെ സമ്പന്നന്മാർ, രാജ്യത്തുടനീളമുള്ള പല സമ്പന്നന്മാരുള്ളത്, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അടക്കം വരെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ബോബി ചമ്മന്നൂരിന് പറയും, അദ്ദേഹത്തിന് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ട്. പല ഉന്നത മുതലാളിമാർക്കും പുത്തൻ കമ്പനികൾക്കും ഇന്ന് നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്. കാരണം അവർക്ക് ഈ മേഖല വർക്ക് ചെയ്യുന്നവരാണ്, ഭാവിയിലെ സാധ്യതകളെ കുറിച്ച് പഠിക്കുന്നവരാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതയെ കുറിച്ച് കൊണ്ട് പഠിച്ചിട്ടാണ് നമ്മുടെ കമ്പനി 2013 ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിനു മുന്നേ പല പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കമ്പനി ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വന്നപ്പോൾ അവർ തെരഞ്ഞെടുത്തൊരു മേഖലയാണ്. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഒരുപാട് കമ്പനികൾ, 400 കമ്പനികൾ ഇന്ത്യയിലുണ്ടെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. എന്നാൽ പലരും പല മേഖലയുള്ള പ്രൊഡക്റ്റുകളാണ്. ഒരു കമ്പനിയുടെ മുഖ്യം എന്നുള്ളത് പ്രൊഡക്റ്റുകൾക്ക് വളരെ പ്രാധാന്യമുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കമ്പനി എന്നുള്ളത് തെരഞ്ഞെടുത്തൊരു മേഖല എന്ന് പറയുന്നത് വെൽനെസ് മേഖലയാണ്. വെൽനെസ്, നമുക്കറിയാം വെൽനെസ് മേഖല എന്ന് പറഞ്ഞാൽ ഇൽനെസ്സും ഉണ്ട് വെൽനെസ്സും ഉണ്ട്. രോഗി ആയതിന് കഴിക്കുന്നതാണ് എന്ത് പറയുന്നത്, ഇൽനെസ് എന്ന് പറയുന്നത്. നമ്മൾ പാരസെറ്റമോൾ അടക്കമുള്ളത് പലതും കഴിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗം വരുന്നതിന് മുന്നേ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ പല ഹോസ്പിറ്റലുകളൊക്കെ എഴുതും കാണും, രോഗിയാവുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നൊക്കെ പലതും കാണുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഇനി ഏറ്റവും സ്കോപ്പുള്ള ഒരു ബിസിനസ് മേഖല എന്ന് പറയുന്നത് വെൽനെസ് മേഖല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ആരോഗ്യമൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏറ്റവും കൂടുതൽ കേരളത്തിൽ പൊട്ടിമുളക്കുന്ന ഒരു സംവിധാനം എന്നുള്ളത് റെസ്റ്റോറന്റുകളും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ശൃംഖലകളുമാണ്.
എത്രയോ കോടികളാണ് ഇന്ന് പല കോഴിക്കോടുള്ള പല കമ്പനി ഹോസ്പിറ്റൽ ശൃംഖലയിലേക്കും കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം നാളെ ലാഭം വാരാമെന്നുള്ളതാണ്. അത്രത്തോളം ഒരു സ്ഥാപനം മുളക്കുന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റൽ ശൃംഖലയാണ്. അതായത് മനുഷ്യന്റെ ആരോഗ്യം നശിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ സംസ്കാരമാണ്. നമ്മുടെ അന്യന്റെ നമ്മൾ പാശ്ചാത്യന്റെ അതെങ്കിലും അറബികളുടെ ഒക്കെ സംസ്കാരം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ രാത്രി ഭക്ഷണം, അങ്ങനെ പല കാരണം കൊണ്ടാണ് നമ്മുടെ ആരോഗ്യം നശിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഡോക്ടർമാർക്കും ബിസിനസ്സുകാർക്കൊക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെൽനസ് മേഖല അവർ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മുടെ കമ്പനി തെരഞ്ഞെടുത്തിട്ടുള്ളത് വെൽനസ് മേഖലയാണ്. ഈ രാജ്യത്തെ ഏറ്റവും സ്കോപ്പുള്ളതാണ്. എന്നാൽ നമ്മുടെ കമ്പനി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ആളുകൾ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ കമ്പനിയുടെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ, ഒരു വെൽനസ് പ്രൊഡക്റ്റ് ഇറക്കണമെങ്കിൽ മനുഷ്യൻ കഴിക്കുന്ന സാധനങ്ങളാണല്ലോ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് പഠിക്കുമ്പോഴാണ്, ഞാൻ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും അത്ഭുതപ്പെട്ടു പോകുന്നത്. ഒന്നാമതായി നമ്മുടെ സയന്റിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടതാണ് ഡോക്ടർ DBA നാരായണ, ഡോക്ടർ അനന്ത നാരായണ, DBA നാരായണ. ആ സാറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സാറിനെ കുറിച്ച് പറയുന്നത് 43 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിക്കിയില് അദ്ദേഹം എക്സ്പേർട്ട് മെമ്പറാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് പുസ്തകം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ ആചാര്യൻ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ, ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ അറിയപ്പെടുന്ന നമ്മൾ ദാബർ നാരായണൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. കാരണം ദാബർ എന്ന കമ്പനി, നമ്മൾ പല പേസ്റ്റുകളും പല സാധനവും ദാബറിന്റെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിച്ച ഒരാളാണ് നമ്മുടെ ഡോക്ടർ DBR നാരായണൻ എന്ന് പറയുന്നത്. ആ നാരായണ സാർ ഇതിന്റെ മെയിൻ ഹെഡാണ്. സാറാണ് ഇതിന്റെ പല പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. നമ്മുടെ ബെല്ലി സാറൊക്കെ നേരിട്ട് പല പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും അദ്ദേഹത്തോട് സംസാരിച്ചതൊക്കെ ബെല്ലി സാറിന്റെ പല സംസാരങ്ങളും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ KK രാജേഷ് എന്ന് പറയുന്നു, ഇതൊരു സയന്റിസ്റ്റ് ആണ്. ഹിന്ദുസ്ഥാൻ ലിവറിന്റെ CEO ആണ്. അതുപോലെ തന്നെ 26 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നമ്മൾ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ലിവർ. ഇപ്പൊ നമ്മുടെ കടയിൽ ഒരു സാധനം വാങ്ങിയാൽ ഒരു ലെക്സ് സോപ്പോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പല സാധനവും, നമ്മൾ ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ പലതും നമ്മൾ തപ്പിയാൽ അതിന്റെ അടിസ്ഥാനം കിട്ടുന്നത് ഹിന്ദുസ്ഥാൻ ലിവർ എന്നുള്ളതാണ്. ഈ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഒരു പോക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് ബ്രിട്ടനാണ് ഈ ഹിന്ദുസ്ഥാൻ ലിവർ. അതായത് ഓരോ രാജ്യത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സാറാണ് KC ഗൗഡൻ സാർ എന്ന് പറയുന്നത്. നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി അടക്കമുള്ള കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളൊക്കെ ഉൽപ്പാദിപ്പിച്ചിരുന്ന കമ്പനിയിലാണ് സാർ വർക്ക് ചെയ്തത്. ഇങ്ങനെ പല സാറുമാരുണ്ട്. ഡോക്ടർ SK ശർമ്മ, ഇങ്ങനെ പല സയന്റിസ്റ്റുകളുണ്ട്. ഇവരെ കീഴിലാണ് 40ഓളം സയന്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ലീഡേഴ്സ് നമ്മൾ പറയുന്നത്. ഇവിടെ തന്നെ ഹിന്ദുസ്ഥാൻ ലിവറിനെ കുറിച്ച് ഒന്നുകൂടി ഡീപ്പായി നോക്കുകയാണെങ്കിൽ ബ്രിട്ടനാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളതാണെങ്കിൽ പാകിസ്ഥാൻ ലിവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇന്ത്യയിലാണ് ഹിന്ദുസ്ഥാൻ. അപ്പൊ ഹിന്ദുസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി വിചാരിക്കും അതൊരു ഇന്ത്യൻ കമ്പനിയാണെന്ന്. ഒരിക്കലുമല്ല. നമ്മൾ പറയുന്നു 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല പല കാരണത്താൽ. കാരണം ബ്രിട്ടനിലേക്കാണ് നമ്മുടെ ഈ പണം മൊത്തം പോകുന്നത്. നമ്മളൊരു സോപ്പ് ആണെങ്കിൽ നമ്മുടെ കടകളിൽ ഇന്ത്യയിൽ അധികമായി കിട്ടുന്ന പല സാധനങ്ങളും ഈ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ കീഴിലാണ് പറയപ്പെടുന്നത്. ഈ ഒരു സാധനങ്ങളൊക്കെ ഇതിന്റെ വരുമാനം പോകുന്നത് അത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയൊക്കെ അല്ല, അതൊക്കെ പോകുന്നത് ബ്രിട്ടനിലേക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ പ്രശസ്തി എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ, ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ഐ എം പ്രൗഡ് ഓഫ് യു, നാം ഇന്ത്യക്കാരനാണെന്ന് അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു ഇന്ത്യൻ കമ്പനിയാണ്. നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള സമ്പത്ത് പോകുന്നത് ഇന്ത്യയിലേക്ക് തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കമ്പനി ചെയ്യുന്നത്, അല്ല നമ്മുടെ രാജ്യം ചെയ്യുന്നത്. ഇതിനൊക്കെ എത്തിപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ കമ്പനിയാണെന്നുള്ളതാണ്. അപ്പൊ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് മഹാവീർ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കമ്പനിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുകയും വേണ്ടത്. നമ്മുടെ പണം മൊത്തം ബ്രിട്ടനിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അത് നമ്മൾ മാറ്റണം എന്നുള്ളതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമതായി പറയുന്നത് നമ്മുടെ കമ്പനി 13 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റുകൾ, ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ പറയും, നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിലും പ്രൊഡക്റ്റുകൾ സംസാരിക്കുന്നുള്ളതാണ്. പിന്നെ പ്രൊഡക്റ്റ് എന്നുള്ളത് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദ യോഗ
നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. ഈ ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് അതിന് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. അതായത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന് അവർക്ക് അവരാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ കമ്പനി എന്ത് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചത് മുതൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ആരറിയണം? ഇതിന്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇത് നയിക്കുന്നത് നമ്മുടെ കമ്പനി അല്ല, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് നമ്മളിതെല്ലാം പരിശോധിച്ചതിന് ശേഷം നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കമ്പനിയിലുള്ള 26ഓളം പ്രൊഡക്റ്റുകൾക്കുള്ള ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കമ്പനിക്ക് 100 ചില്ലാനം പ്രൊഡക്റ്റുകളുണ്ട്. നമ്മുടെ കമ്പനി തുടങ്ങിയ സമയത്ത് 6 പ്രൊഡക്റ്റുകളുമായിട്ടാണ് നമ്മുടെ കമ്പനി തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് 100ലേറെ പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിക്കുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ എം ഡി അന്ന് നെക്സസിന്റെ പ്രോഗ്രാമിൽ പറഞ്ഞു 2030 ആകുമ്പോഴേക്കൊക്കെ 1000 പ്രൊഡക്റ്റുകൾ എന്നുള്ളതാണ്. അത് നമ്മൾ അനുഭവിച്ചു വരികയാണ്. ബെൽനിസാറിനൊക്കെ തുടക്കകാലത്ത് പറയുന്നത് വെറും 6 പ്രൊഡക്റ്റുകൾ എന്നുള്ളതാണ്. നമ്മുടെ പല ലീഡേഴ്സും പറയുന്നത് അന്ന് കേരളത്തിൽ ഔട്ട്ലെറ്റ് ഇല്ല എന്നുള്ളതാണ്. അവരൊക്കെ ഐഡിയ എടുക്കുമ്പോൾ അവർ സംസ്ഥാനം കൊടുത്തിരുന്നത് തമിഴ്നാട് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു ഔട്ട്ലെറ്റും ഇല്ല, അതുപോലെ തന്നെ ഇവിടുന്ന് പ്രൊഡക്റ്റ് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ലീഡേഴ്സ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് 100ലേറെ പ്രൊഡക്റ്റുകൾ, നമ്മൾ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ അവസാനം ഇറങ്ങി. ഇന്ന് വെരിക്കോസ് വെയിന് സ്വന്തമായിട്ടും മൈഗ്രെയിൻ സ്വന്തമായിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മുടെ ലീഡേഴ്സ് നമ്മോട് പറയാറുള്ളത്. അവിടേക്ക് എത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ 1000 പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി അറക്കും എന്ന് പറഞ്ഞാൽ അറക്കും. കാരണം 6 പ്രൊഡക്റ്റ് തുടങ്ങിയ കമ്പനി 100 ചില്ലാനം പ്രൊഡക്റ്റിൽ ഈ 2026 നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇറങ്ങുന്നത് നമ്മൾ കാണുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, എന്റെ റിസൾട്ട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് ഇന്ന് ഈ സൂമിൽ ഈ മൊബൈലിലേക്ക് നോക്കി ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒന്നാമത്തെ റിസൾട്ട് എന്നുള്ളത് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റായി നിന്നുള്ളതാണ് അഭിമാനത്തോടു കൂടി പറയാനുള്ളത്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് മറ്റുള്ളവർ വാചാലനാവുന്നതിനേക്കാൾ ഞാൻ ഏറെ വാചാലനാവും. കാരണം എന്നോട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് 10 വർഷത്തോളം അനുഭവിച്ചിരുന്ന മൈഗ്രെയിൻ വേദന, അതുപോലത്തെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പലപ്പോഴും എന്റെ പല സ്വസ്ഥതകളും എന്റെ പല സമയങ്ങളിലും എന്നെ അലർത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു മൈഗ്രെയിന്റെ വേദനയായിരുന്നു. ഈ ഒരു മൈഗ്രെയിന്റെ വേദന പെരിന്തൽമണ്ണയിലൊക്കെ പ്രധാന ഡോക്ടർമാർ ഒരിക്കലും മാറൂല, നിങ്ങൾ 3 മാസത്തോളം മരുന്ന് കുടിച്ചാൽ മതി, ഒരിക്കലും മാറൂല എന്നുള്ളതാണ്. ഭക്ഷണക്രമം ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ സമയത്തിന് ഉറങ്ങണം, ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്, ഇങ്ങനെല്ലാം നമ്മളെ ഡോക്ടർമാർ പറഞ്ഞിട്ടും അതെല്ലാം നിർദ്ദേശം അനുസരിച്ചിട്ടും ഈ മൈഗ്രെയിൻ തലവേദന വല്ലാതെ വേട്ടയാടി എന്റെ പല നല്ല നല്ല സംഭവങ്ങൾക്കും ഇതൊരു പ്രയാസമായി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്റെ ലീഡർ മെഹബൂബ് സാറുമായി ഈ ഒരു ബിസിനസ്സിലേറായി പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നതും. അങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട ചാമ്പിത്തായാലും അതുപോലെ തന്നെ അന്ന് ലീവഗൈൻ ഇമ്മ്യൂണിറ്റി അങ്ങനെ പല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചും അതിന് അപാരമായ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നുള്ള സന്തോഷ വാർത്ത ഈ ഒരു സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കമ്പനിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മുടെ കമ്പനിയുടെ വലിപ്പം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മൾ പതറി പോവുകയാണ്. കാരണം എന്താണ്, നമുക്ക് നമ്മളെ കമ്പനിയെ കുറിച്ച് വ്യക്തമായ അറിവില്ല. നമ്മളെ കമ്പനിയെ കുറിച്ച് ഒരു പ്ലാനിനെ കുറിച്ചിട്ടോ അതിന്റെ കമ്പനിയെ കുറിച്ചോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ ഒന്നും നമ്മൾ പലപ്പോഴും ഇത് കാര്യത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയും, തുടക്കക്കാരായ നമ്മളൊക്കെ പറയുന്ന കാര്യം എന്താണ്, എന്റെ കൂടെ ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യം എന്നുള്ളത്, ആളുകൾ കമ്പനിയിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്പനിയുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളതാണ്. ഹു ഇസ് ദ ഐഡന്റിറ്റി ഓഫ് ദിസ് കമ്പനി എന്ന് ചോദിച്ചാൽ, കമ്പനിയുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞത് അത് ഞാനാണ്. ഈ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ 1 കോടിയിലൂടെ ഐഡിയ എടുക്കുന്ന കമ്പനിന്റെ ഐഡന്റിറ്റി ഞാനാണ്. നമ്മളിൽ ഓരോരുത്തരാണ് നമ്മുടെ കമ്പനിയുടെ ഐഡന്റിറ്റി എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ കാരണം, ഈ കമ്പനിയിലേക്ക് എന്റെ ടീമിൽ നിന്ന് ഒരാൾ വരണമെങ്കിൽ കമ്പനിയുടെ MD ആയിരിക്കുന്ന പ്രവീൺ ചന്ദ്ര സാറിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ MDയുടെ മകനായ നിതിൻ ചന്ദ്രൻ സാറിനെ കണ്ടിട്ടോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ DBR നാരായൺ സാറിനെ കുറിച്ചോ KK രാജ സാറിനെ കുറിച്ചിട്ടോ ഇതിനെക്കുറിച്ചൊന്നുമല്ല. ആദ്യമായിട്ടൊരു കമ്പനിയെ മനസ്സിലാക്കുന്നത് എന്നെ കണ്ടിട്ടാണ്. എന്റെ ടീമിലേക്ക് ഒരാൾ വരുന്നത് എന്റെ
അതുപോലെ എന്നെ കണ്ടിട്ടാണ്, എന്റെ റിസൾട്ട് കണ്ടിട്ടാണ്, എന്റെ ജീവിത ശൈലി കണ്ടിട്ടാണ്, എന്റെ പെരുമാറ്റം കണ്ടിട്ടാണ്, എന്റെ അവതരണം കണ്ടിട്ടാണ്, ഇതെല്ലാം കണ്ടിട്ടാണ് എന്റെ കൂടെ ഒരാൾ കമ്പനിയിലേക്ക് ഐഡി എടുത്ത് വരുന്നത്. നമ്മുടെ എല്ലാവരുടെയും കൂടെയും അതേപോലെ തന്നെയാണ്. അപ്പൊ ഈ കമ്പനിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് നമ്മളാണ്. മറ്റുള്ളവർ ഇപ്പൊ എന്റെ കൂടെ ആളുകൾ വരുന്നില്ല, എന്റെ ടീമിലേക്ക് ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിലുള്ള സമീപനം കൊണ്ടാണ് വരാത്തതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിലൂടെയാണ് കമ്പനിയെ കുറിച്ച് എല്ലാവരും അറിയുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിന്റെ ചില പ്രശ്നങ്ങൾ എന്നുള്ളത്, നമ്മൾ ആദ്യമായൊരു സംഭവം വന്നാൽ, ജനങ്ങൾക്ക് പരിചയമല്ലാത്ത ഒരു സംഭവം കൊണ്ടാൽ ജനങ്ങളെ ആദ്യം എതിർക്കും, അതിനെക്കുറിച്ച് നെഗറ്റീവ് അടിക്കും എന്നുള്ളതാണ്. ഈ നെഗറ്റീവ് അടിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ അവതരണത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ, നമ്മൾ ബിസിനസിന്റെ പ്ലാൻ പറയാൻ പോകുമ്പോഴും, അല്ലെങ്കിൽ ഒരാൾ ഈ ബിസിനസ് സംസാരിക്കുമ്പോഴും നമ്മൾ എങ്ങനെ പെരുമാറി എന്നുള്ളതാണ്. ഇപ്പം മിനിഞ്ഞാന്ന് ഒരാളെ കാണാൻ മിനിഞ്ഞാന്ന് ഒരാളെ കാണാൻ പോയി, ഒരു യുവാവാണ്. അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹം ആദ്യം കേട്ടിരുന്നു, സംശയങ്ങൾ ചോദിക്കാനുണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് സംശയങ്ങൾ, അദ്ദേഹം പ്ലാനിനെ കുറിച്ചിട്ടും അതിന്റെ വളർച്ചയെ കുറിച്ചൊക്കെ അദ്ദേഹം ചോദിച്ചു. ഇത് ചോദിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡന്റ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ എന്റെ കൂടെ എന്റെ ലീഡറിന് അതിന് വ്യക്തമായിക്കൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആയാലും നമ്മുടെ കമ്പനിയുടെ പ്ലാൻ ആയാലും ഇതെങ്ങനെ ബിസിനസ് വോളിയം വരുമെന്നുള്ളതും, ഇത്ര ആയാൽ കമ്പനി പൂട്ടൂലേ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇത്ര ആളുകൾ വന്നാൽ ആർക്കൊക്കെ വരുമാനം കിട്ടും, എല്ലാവർക്കും വരുമാനം കിട്ടുമോ, എത്ര ആളുകൾ ചേർത്താൽ, അങ്ങനെ പല സംശയങ്ങളും സമൂഹത്തിനിടയിലുണ്ട്. ഒരുപാട് തട്ടിപ്പ് കമ്പനികൾക്കിടയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരും. ഇത് വ്യക്തമായി അവർക്ക് തീർത്തു കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. അന്ന് എന്റെ കൂടെ വന്ന ലീഡർ, അദ്ദേഹം വ്യക്തമായി ഇതിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ വരച്ചും കാണിച്ചൊക്കെ കൊടുത്തപ്പോൾ ഇദ്ദേഹം ഐഡിയ എടുക്കുകയും അതുപോലെ തന്നെ ഒരു സെയിൽസ് ക്ലോസിംഗ് നടത്തി എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ ചാർജ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും, നമ്മളൊരു പവർഫുൾ ആയിട്ട് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ എപ്പോൾ എന്ത് വേണം, ഒരു എനർജറ്റിക് ആയി സംസാരിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ റെനിനാൽ സാർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾക്ക് പവർ, നമുക്ക് ഇതൊക്കെ കിട്ടി എന്നുള്ളൊരു പവറോട് കൂടി സംസാരിക്കണം. ഇവന്റെ കൂടെ നിന്നാൽ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ആ ഒരു ചാർജ് വേണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം, കോൺഫിഡന്റ് വേണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നിരന്തരം പഠിക്കണമെന്ന് നമ്മൾ പറയാറുള്ളത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇതിലേക്ക് ഇറങ്ങണമെങ്കിൽ വ്യക്തമായ ഡ്രീം എന്ന് പറഞ്ഞ എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും. വെറുതെ റോട്ടിലൂടെ നടക്കുന്ന ഒരാൾക്കും ഒരു BMW കിട്ടിയ കുഴപ്പമില്ല എന്ന കാര്യം എല്ലാവർക്കും ചിന്ത ഉണ്ടാവുക. എല്ലാവർക്കും എന്തുണ്ടാകും, ഡ്രീമുകൾ ഉണ്ടാകും. ആ ഡ്രീമിന് നമ്മുടെ ഗോൾ സെറ്റിംഗ് വേണം എന്നുള്ളതാണ്. അത് നമ്മുടെ ലീഡേഴ്സിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു ലീഡർ കണ്ടിട്ട് ഇന്നത് കൊണ്ട് ഇന്നതിലേക്ക് എത്തണം, ഇന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കണം, ഇന്ന കാര്യങ്ങളെ കുറിച്ച് ഉള്ളത് നമ്മൾ ലീഡേഴ്സ് നമ്മുടെ കീഴിൽ വന്നവരെന്താണ് അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഞാൻ ലീഡർ ആണെങ്കിൽ എന്റെ ടീമിലേക്ക് അത് കൊടുക്കുക എന്റെ ആവശ്യമാണ്. ഇന്ന സമയം കൊണ്ട് ഇന്ന റാങ്കിലേക്ക് എത്തും, ഇന്നത് എത്തിക്കണം, അതിനു വേണ്ടി എന്താണ് സഹായം ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെന്നുള്ളത് കൺസിസ്റ്റൻസി വേണം, നമുക്ക് എന്നും വേണം. ഇന്ന് നമ്മൾ സൂം ഒരാൾ കേട്ടു, ഒരു 4 ദിവസം കഴിഞ്ഞ് കേൾക്കാതെ തീരെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിരന്തരം ഏറ്റവും നല്ല സമയത്താണ് നമ്മൾ സൂമിൽ ഇരിക്കുന്നത്. ഈ പുലർച്ചെ നമ്മുടെ മൈൻഡൊക്കെ വളരെ ക്ലിയർ ആയി നല്ല രീതിയിലേക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഈ സമയത്ത് നമ്മൾ സൂമിൽ പങ്കെടുക്കുക, നമ്മുടെ ടീമിലേക്ക് എത്തിച്ചു കൊടുക്കുക, അവർ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അവര് കേട്ടിട്ടില്ലെങ്കിൽ അത് നിരന്തരം ഫോളോ അപ്പ് ചെയ്യുക, അവരിലേക്ക് നമ്മുടെ യൂട്യൂബിലെ ലിങ്ക് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വലിയൊരു 10,000-നടുത്ത് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത ഒരു സാറ് പറഞ്ഞു, ഒരാൾ 10,000 മോട്ടിവേഷൻ ക്ലാസ് കേട്ടു, അല്ലെങ്കിൽ 1000 മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് അദ്ദേഹം നന്നാകൂല എന്നുള്ളതാണ്. അദ്ദേഹം മാറൂല. എത്ര FFS പങ്കെടുത്താലും അദ്ദേഹം മാറൂല. ആര് വിചാരിക്കാത്തോളം കാലം, അദ്ദേഹം വിചാരിക്കണം, ഞാൻ മാറണം, എനിക്ക് മാറ്റം വരണം, എനിക്ക് ബിസിനസ് വളരണം, എനിക്ക് ടീം ഉണ്ടാക്കണം, എനിക്ക് ഇതിന് അഭിവൃദ്ധി പ്രാപിക്കണം. ഇത് സ്വയം തീരുമാനിക്കണം. എന്റേത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അല്ലാതെ എന്റെ ലീഡർ എത്ര വലിയ ലീഡറും എത്ര മോട്ടിവേഷൻ ചെയ്താലും എത്ര ഫോളോ അപ്പ് ചെയ്താലും ഞാൻ വളരൂല. കാരണം ഞാൻ വിചാരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ മർമ്മം എന്നുള്ളത് നമ്മളാണ്. നമ്മൾ ഈ കേൾക്കുന്ന 300 ചില്ലാനം ആളുകൊണ്ട് നമ്മൾ വിചാരിക്കണം, ഞാൻ വിജയിക്കണം എന്ന് കരുതിയാൽ ഇതെല്ലാം കിട്ടും എന്നുള്ളതാണ്. പിന്നെ മൈ ലൈഫിന് നമ്മളൊരു ദേഷ്യം പോലെയോ ആരുടെ നിർബന്ധത്താൽ ഏറ്റെടുക്കേണ്ട ഒന്നല്ല. മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതം മാർഗമാണ്, അത് നമ്മുടെ എല്ലാമാണ്.
അപ്പൊ ആ മൈ ലൈഫിന് എന്തായി, മൈ എന്നുള്ളത് MI ആണെങ്കിൽ മൈ ആയിട്ട് എന്റേതായിട്ട് MY ആയിട്ട് അതിനെ നമ്മൾ സ്വീകരിക്കുന്നോ, അന്നാണ് നമ്മൾ ആത്മാർത്ഥമായി വിജയിക്കുക എന്നുള്ളതാണ്. കുറച്ച് ദിവസം മുമ്പ് ചേറു സാഹിബ് പറഞ്ഞു മൈ ലൈഫിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മൈ ലൈഫിനെ പ്രണയിച്ചു എന്നുള്ളതാണ്. ഒരാൾ ഒന്നിനെ പ്രണയിക്കുമ്പോൾ പിന്നെ അവിടെ അതിൽ വരമ്പുകളില്ല. ഇന്ന കാര്യങ്ങൾ ഇന്ന ആളുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുള്ളൂ, ലീഡർ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്യുള്ളൂ, ലീഡർ ഇല്ലാതെ ഞാൻ GTSന് പങ്കെടുക്കൂല, ലീഡർ ഇല്ലാതെ മീറ്റിങ്ങിന് പോകൂല. അതൊക്കെയാണ് ഒരു സ്നേഹമല്ല, അവിടെ പ്രണയൊന്നുമില്ല, അവിടെ കണ്ടീഷനാണ്, അവിടെ ഇതില്ല. ഇവിടെ ഉപാധികളില്ലാതെ സ്നേഹിക്കണം. അൺകണ്ടീഷൻ ലവ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ മൈ ലൈഫിലേക്ക് കയറ്റണം. ഒരാൾ നമ്മൾ എത്ര ഫോളോ അപ്പ് ചെയ്തും ചിലപ്പോൾ അദ്ദേഹം ഇതിലേക്ക് എത്തിപ്പെടൂല. മൈ ലൈഫിനെ പ്രണയിച്ചാൽ ഈ 6 മണിക്ക് നീക്കുന്നതിന് എന്താണ് പ്രയാസമല്ല, നമുക്ക് ആരെ കാണാൻ പോകുന്നതിന് പ്രയാസമല്ല, എത്ര എണ്ണ അടിച്ചാലും. കാരണം എന്താണ്, മൈ ലൈഫ് നമ്മുടെ ജീവന്റെ ഭാഗമായി മാറി എന്നുള്ളത്. അങ്ങനെ ഭാഗമായവർ മാത്രമേ ഇതിൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ ബിജു സാർ അടക്കമുള്ള ലീഡേഴ്സിനൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. മൈ ലൈഫ് എന്ന് കേട്ടാൽ ഇന്നും 2-10 വാങ്ങുന്നുണ്ടെന്ന് അഭിമാനത്തോട് പറയാൻ പറ്റും നമ്മുടെ ലീഡേഴ്സാണ്. അവർ വരെ എന്ത് ആവശ്യത്തിനും സാറെ ബന്ധപ്പെട്ടുകളൊക്കെ പറയും. കാരണം എന്താണ്, ഒന്നുമല്ലാതെ നമ്മൾ അവർ അത്രയും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്നാമതായി നമ്മൾ ഇതിനെ പ്രണയിക്കണം. മൈ ലൈഫിനെ പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഉപാധികളില്ല എന്നുള്ളതാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ്, നമ്മൾ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരാളെ നമ്മൾ കാണാൻ പോകുമ്പോൾ 1 to 1 കൊടുത്തു, എന്നാൽ അടുത്ത ദിവസം അദ്ദേഹത്തെ GTSലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷെ നമ്മളെ സുഹൃത്ത് നമ്മളിലൂടെ ബിസിനസ് കാണുമ്പോൾ ഒരു GTSന്റെ ഒരു ആളിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹം ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണ്. ഇന്ന റിസൾട്ട് കിട്ടിയ ആളുകൾ, ഇന്ന ആളുകൾ കാണുമ്പോൾ അവർ കൂടുതലായിട്ട് നമ്മൾ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അടുത്തതായി GTSലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതാണ്. GTS മർമ്മാണ്, അതേപോലെ തന്നെ നമ്മുടെ Zoom എന്നുള്ളതാണ്. പിന്നെ എന്നുള്ളത് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ മുതലാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം. ഇന്ന് എന്റെ ലീഡർ Zoomൽ എടുക്കാൻ പറഞ്ഞു, ലീഡർ പറഞ്ഞു, അതിന്റെ അപ്പുറം ഒന്നും ചിന്തിച്ചില്ല. ലീഡർ ഇത് എടുക്കാൻ പറഞ്ഞു, അത് ഞാൻ അനുസരിച്ചു എന്നുള്ളതാണ്. ഈ അനുസരണ എന്നുള്ളത്, ഇതിൽ മർമ്മ എന്നുള്ളത്, നമ്മുടെ ലീഡർ എന്നുള്ളത് അത് ഉയർന്നമായ സ്ഥാനം എന്നുള്ളതാണ്. ഈ ബിസിനസിനെ കുറിച്ച് പലപ്പോഴും പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ലീഡർമാർ എന്ത് ചെയ്തോ അത് നമ്മൾ ചെയ്താൽ മതി. ബെന്നി സാർ എന്ത് ചെയ്തോ അതേ പരിപാടി നമ്മൾ ചെയ്താൽ മതി. ബിജു സാർ എന്ത് ചെയ്തോ അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. എന്റെ ലീഡർ പറഞ്ഞത് Zoomൽ വരണം എന്ന് പറഞ്ഞു, ഗസ്റ്റായി വരണം എന്ന് പറഞ്ഞു ആണ്. അപ്പൊ ഇല്ല അറിവ് വെച്ചിട്ട് നമ്മൾ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ ടീമിനെ വളർത്തണം. അതായത് ഇന്നൊക്കെ GTS പ്രസന്റേഷൻ പലപ്പോഴും ഒരു ലീഡർ ഉണ്ടെങ്കിൽ, മെയിൻ ലീഡർ ആണെങ്കിൽ അയാൾ മാത്രം എന്ത് ചെയ്യും, GTS നടത്തുന്നു, അയാൾ മാത്രം മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അതൊന്നല്ല, നമ്മുടെ ടീമത്തെ ഓരോരുത്തരും, നമ്മുടെ ടീമിൽ ബിസിനസ് വളരാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യണം, GTS എടുക്കാൻ പഠിക്കണം. പലപ്പോഴും ഈ ബിസിനസ്സിൽ വന്നൊരു സൗഭാഗ്യം എന്നുള്ള നമ്മൾ ലീഡേഴ്സ് ഒരു അവസരം തന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഒന്നാണ് അവസരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ലീഡർ ഒരു വട്ടം നമ്മോട് ഒരു MC ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ GTS എടുക്കാൻ പറഞ്ഞു, ഒരു ഗസ്റ്റ് ആയിട്ട് വരാനും ലീഡർ പറഞ്ഞാൽ അത് നമ്മൾ പോകണം എന്നുള്ളതാണ്. കാരണം ഒരു പക്ഷെ നാളെ ലീഡർ നമുക്ക് ആ അവസരം തന്നോണമെന്നില്ല. ഒരു പക്ഷെയാണ് ഒരു ഭാഗ്യം നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗ്യത്തെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറയുന്നുണ്ടല്ലോ, എല്ലാ മനുഷ്യന്മാരുടെ തലക്കും മുകളിലും ഭാഗ്യം പറക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ എത്തിപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എപ്പോഴും ചാടി പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ലീഡേഴ്സൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് ഒരു അവസരം തരുമ്പോൾ അത് സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുക. അത് ഞാൻ ആയിട്ടില്ല, വളർന്നിട്ടില്ല എന്നുള്ളതാ. ലീഡർമാർ നമ്മോട് പറയണമെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മൾ അത്രത്തോളം വളർന്നു എന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മളോട് പറയാ. അല്ലാത്ത ഒരാളുടെ ലീഡർ ഒന്നും പറയില്ല. ആ ലീഡർ പറയുമ്പോൾ നാം അനുസരിക്കണം. നമ്മൾ GTSന് അവസരം കിട്ടുകയാണെങ്കിൽ ചാടി കയറി നമ്മൾ അത് എടുക്കണം. അതേപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും ഒരാൾക്ക് ഒരു പ്ലാൻ കൊടുക്കാൻ നമ്മളോട് ലീഡർമാർ പറയുമ്പോൾ നമ്മൾ കൊടുക്കണം. എന്ത് കാര്യത്തിനും നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. മടിച്ചു നിന്നാൽ ഇതിൽ പലപ്പോഴും തകർച്ചയാണ് നമ്മൾ കാണുക എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളത്, ഞാൻ വളരുമ്പോൾ ഇപ്പൊ എന്റെ ടീമിൽ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ എന്റെ വളർച്ച കാണുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകും, എന്റെ ലീഡർ എന്നുള്ള അഭിമാനവും ഉണ്ടാകും, അദ്ദേഹത്തെ പോലെ എനിക്കും വളരണമെന്ന് ചിന്തയുണ്ടാകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും നമ്മൾ വളരാതെ നമ്മളെ ടീമിനെ വളർത്തുക എന്നുള്ളതും ടീമിനെ കുറ്റം പറയുക എന്നുള്ളതും ഒരിക്കലും ഇതിൽ പോസിബിൾ അല്ല. നമ്മൾ കാണുമ്പോൾ നമ്മൾ മാതൃകയാക്കാൻ ശ്രമിക്കണം. എന്റെ ലീഡർ എന്ന് പറഞ്ഞ അഭിമാനത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ടീം ഓട്ടോമാറ്റിക്കായി വളരുക എന്നുള്ളതാണ് നമ്മുടെ ലീഡേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഇതെന്നുള്ളതാണ്. പിന്നെ നമ്മൾ സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്നത്, നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു സ്വപ്നം കാണുമ്പോൾ ഒരു പഴമൊഴിയുണ്ട്, എ ഡ്രീം വിത്തൗട്ട് ആക്ഷൻ ഇല്ലാതെ ഒരു സ്വപ്നം ഇല്ല എന്നുള്ളതാണ്. ഒരു സ്വപ്നം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ITC ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം. അതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ
പലതുണ്ട്. GTS പങ്കെടുക്കാൻ പല സംഭവങ്ങളുണ്ട്. പ്രൊഡക്റ്റ് പഠിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അതിന്റെ ആക്ഷനാണ്. അതിന് ആക്ഷൻ ഇല്ലാതെ ഐഡിയ എടുത്തത് കൊണ്ട് ITC ആവാന്ന് സ്വപ്നം കണ്ടാൽ അത് നടക്കില്ല എന്നുള്ളതാണ് പ്രപഞ്ചം നമ്മെ പഠിപ്പിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചിലവരൊക്കെ നമ്മൾ ചില സംശയങ്ങളൊക്കെ ചോദിക്കും. പല സംശയങ്ങളുണ്ടാവും. എനിക്കുണ്ടായ സംശയം തന്നെയാണ്, നമ്മളെ പ്രൊഡക്റ്റിൽ പലതിനും ആവശ്യത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ കേട്ട അറിവാണ്, ലീഡേഴ്സ് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നുള്ളതാണ്. നമ്മുടെ 9E5 കുറിച്ചിട്ടൊക്കെ നമുക്ക് തന്നെ ചിന്ത ഉണ്ടാകും. അത്രയും വലിയൊരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ഇതിന് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകും. നമ്മൾ കവചപ്രാശത്തിന് കിട്ടി, എന്തുകൊണ്ട് ആയുഷിന് ഒറാക്കിന്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറച്ച് സർട്ടിഫിക്കറ്റ് മാത്രം ഒതുങ്ങി നമ്മൾ ഏറ്റവും നല്ല മൂല്യമുള്ളൊരു പാനീയമല്ല, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അല്ല എന്ന് പറയുമ്പോൾ ലീഡേഴ്സ് പറഞ്ഞിട്ടുള്ള ഒന്ന്, അതിന്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ പറഞ്ഞ ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. എന്നാൽ അത് ഇന്ത്യയിൽ നിന്നുള്ള സാധനം കൂടി ആവണം എന്നുള്ളതും അതിന്റെ നിബന്ധനയാണ്. എന്നാൽ നമ്മുടെ ഈ 9E5 ഉപയോഗിക്കുന്ന പല ബെറി പഴങ്ങളും, നമ്മൾ പല ബ്ലൂബെറി മുതൽ പല പഴങ്ങളുണ്ടായ റാസ്ബെറി, അങ്ങനെ പല ബെറി പഴങ്ങളുണ്ട്. ഇതിൽ പലതും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കമ്പനിക്ക് എന്ത് കിട്ടിയിട്ടില്ല, ഈ പ്രൊഡക്റ്റ് 9E5 ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഫീലിംഗ്, അതിന് ഇരുമ്പിന്റെ അംശം ഉണ്ട് എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായിക്കൊണ്ട് ആയുർവേദത്തിന്റെ സാധനം മാത്രം ഉപയോഗിക്കുമ്പോഴാണ് ഇത് കിട്ടുക എന്നുള്ളതാണ് എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണ് സംശയം തോന്നുന്നത്, അത് നമ്മൾ ലീഡേഴ്സിനോട് പറയാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും പല വിധത്തിൽ നമുക്ക് സംശയം ഉണ്ടാവുന്ന പല പല സംഭവങ്ങളാണ്. ഇതൊക്കെ സംശയം ഉണ്ടാകുമ്പോൾ നമ്മൾ ലീഡേഴ്സിനെ ചോദിക്കുക, വീണ്ടും ചോദിക്കുക. എന്നാൽ മാത്രമേ പൊതുജനത്തിന്റെ ഇടയ്ക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ബിസിനസ് തുടക്കക്കാര് ശ്രദ്ധിക്കേണ്ട ഒന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ബിസിനസ് നമ്മൾ അറിയാത്ത കാര്യം ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് പറയരുത്. അങ്ങനെ പറയുന്നതോടുകൂടി നമ്മളോട് അദ്ദേഹം പല ചോദ്യങ്ങൾ ചോദിക്കും. പല ചോദ്യങ്ങൾ ചോദിക്കുന്നതോടുകൂടി നമ്മൾ നെഗറ്റീവ് ആവും എന്നുള്ളതാണ്. നമ്മളും നെഗറ്റീവ് ആവും, ഈ ചോദിക്കുന്ന അവരും നെഗറ്റീവ് ആവും എന്നുള്ളതാണ്. തുടക്കക്കാരായ നമ്മൾ എപ്പോഴും നമ്മൾ ലീഡേഴ്സിനെ ഏറ്റവും കൈവിട്ട ഒരാളെ തോന്നുക അദ്ദേഹത്തെ കൊണ്ടാണ് നമ്മൾ എന്തിനു പോകേണ്ടത്, മറ്റുള്ളവർക്ക് ഈ ബിസിനസിനെ കുറിച്ച് പരിചയപ്പെടുത്താനും പറഞ്ഞു കൊടുക്കാനും പോകേണ്ടത്. അവരിൽ നിന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റുള്ളവർക്ക് എത്തിക്കേണ്ടത്. ഒരിക്കലും നമ്മളെന്ത് നെഗറ്റീവ് ആകുന്ന സംസാരമോ പ്രവർത്തനമോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല.